ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 1 മുതൽ 6 വരെ എഴുതപ്പെട്ട ദൈവവചനം. അപ്പോസ്തല പ്രവൃത്തി 5-1 മുതൽ 6 വരെ. എന്നാൽ അനന്യാസ് എന്ന് പേരുള്ള ഒരു പുരുഷൻ തൻ്റെ ഭാര്യയായ സഫീരയോടുകൂടെ ഒരു നിലം വിറ്റു. ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്തു വെച്ച് ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ പത്രോസ് അനന്യാസെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിൻ്റെ വിലയിൽ കുറെ എടുത്ത് വയ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? അത് വിൽക്കും മുമ്പേ നിൻ്റേതായിരുന്നില്ലയോ? വിറ്റ ശേഷവും നിന്റെ കൈവശം അല്ലാഞ്ഞുവോ? ഈ കാര്യത്തിന് നീ മനസ്സ് വച്ചത് എന്ത്? മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് അനന്യാസ് വീണ് പ്രാണനെ വിട്ടു. ഇത് കേട്ടവർക്കെല്ലാവർക്കും മഹാഭയമുണ്ടായി. ബാല്യക്കാർ എഴുന്നേറ്റ് അവനെ ശീല പൊതിഞ്ഞ് പുറത്തു കൊണ്ടുപോയി കുഴിച്ചിട്ടു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മനിറവുള്ള സമൂഹത്തിൻ്റെ ആന്തരിക ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന സംഭവമാണ് അനന്യാസ് സഫീറ ദമ്പതികളുടെ ജീവിതത്തിൽ കാണുന്നത്. വെളിയിൽ നിന്ന് സഭയെ തകർക്കാൻ സാത്താൻ്റെ കുതന്ത്രമായി അന്ന് തീർന്ന ഒരു കാര്യം സന്നിധിയും സംഘത്തിൻ്റെ വിലക്കായിരുന്നു. അതുകൊണ്ട് മാത്രം സാത്താൻ അടങ്ങുന്നില്ല. സഭയ്ക്കുള്ളിൽ നിന്ന് വിശ്വാസികളെ ഉപയോഗിച്ച് തകർക്കാനുള്ള ശ്രമം അടുത്തതായി കാണുന്നു. അനന്യാസും സഫീറായും ആദിമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി കാപട്യം കാണിച്ച ദമ്പതികളാണ്. അവരെയാണ് സാത്താൻ ആയുധമാക്കിയത്. പൗലോസ് കൊരിന്ത് സഭയോട് പറഞ്ഞതുപോലെ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളട്ടെ. അനന്യാസ് സഫീറ ദമ്പതികളെ വീഴ്ചവൻ ഇന്ന് നമ്മെയും വീഴ്ത്താൻ ഒരിക്കലും മടിക്കില്ല. ആദിമസഭയുടെ തെളിച്ചത്തിന് മങ്ങലേൽപ്പിക്കുന്നതായിരുന്നു ഈ കറുത്ത അധ്യായം. അത് മറച്ചു വെക്കാതെ പരസ്യമാക്കി വിവരിച്ചിരിക്കുന്നുണ്ട്. തിരുവചനത്തിൻ്റെ വിശ്വാസ്യതയ്ക്ക് ഒരു മകുട ഉദാഹരണമാണ് ഈ ഒരു കാര്യം. വെളുത്ത വശം മാത്രമല്ല, കറുത്ത വശവും എടുത്തു കാണിക്കുന്നു. വിശ്വാസവീരന്മാരുടെ ഉയർച്ചയും താഴ്ചയും ഒരുപോലെ തിരുവചനത്തിലുണ്ട്. എന്നും സഭയിൽ പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്. നാമധേയ ക്രിസ്ത്യാനികൾ ഇന്നിൻ്റെ പ്രത്യേകത മാത്രമല്ല, എക്കാലത്തെയും അനുഭവമാണ്. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആഖാന്റെ സംഭവം ഇതുമായി ഏറെക്കുറെ സാമ്യമുള്ളതാണ്. വഞ്ചനയും കാപട്യവും ദൈവജനത്തിന് അവരുടെ സാക്ഷ്യത്തിന് ദോഷം ചെയ്യുന്ന സംഭവങ്ങളാണ്. ഇവിടെ പറയുന്ന മുട്ടുള്ളവരാരും ആദിമസഭയിൽ ഉണ്ടായിരുന്നില്ല. കാരണം പരസ്പരം അത്രമാത്രം കരുതുന്ന പങ്കുവയ്ക്കുന്ന സമൂഹമായിരുന്നു. നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥരായവർ അവയെ വിറ്റ് അതിൻ്റെ വില അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവന്ന് വയ്ക്കും. പിന്നീട് ഓരോരുത്തന് അവനവൻ്റെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കും. 4-ാം അധ്യായം 34-35 വാക്യത്തിൽ ബർന്നബാസ് അപ്രകാരം ചെയ്തവരിൽ ഒരാളായിരുന്നു നമ്മൾ കാണുന്നു. അപ്പോൾ ഈ കരുതൽ എന്ന് പറയുന്ന ദൈവിക പദ്ധതിയാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയായിരുന്നു. അനന്യാസിൻ്റെയും സഫീരയുടെയും സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാന ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്: പരിശുദ്ധാത്മാവിനെതിരായ പാപം. 3-ാം വാക്യം. വ്യാജം കാണിക്കാൻ ദുരാലോചന നൽകിയത് സാത്താനാണ്. അവൻ്റെ ആലോചനയ്ക്ക് അവർ കീഴ്പ്പെട്ടു പോയി. ആരുടെ പരിപോഷണത്തിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമോ അതിനനുസരിച്ചായിരിക്കും ജീവിത വിജയവും. സാത്താൻ്റെ ആലോചനയ്ക്ക് വശംവദരായാൽ സാത്താൻ്റെ ശക്തിയായിരിക്കും നമ്മിൽ വിജയിക്കുന്നത്. ഒരു കഥ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്.
എസ്കിമോ വർഗത്തിൽപ്പെട്ട ഒരു മുക്കുവൻ എല്ലാ ശനിയാഴ്ചയും കറുത്തതും വെളുത്തതുമായ 2 നായ്ക്കളുമായി പട്ടണത്തിൽ വരുമായിരുന്നു. നായയുടെ പോരാട്ടം കാണികളെയൊക്കെ രസിപ്പിക്കും. ഏത് നായി ആയിരിക്കും ഒടുവിൽ ജയിക്കുന്നതെന്ന് ചോദിച്ച് അവരുമായി അവർ വാതുകെട്ടും. കാണികൾ എന്ത് പറഞ്ഞാലും മുക്കുവൻ പറയുന്ന നായി ആയിരിക്കും വിജയിക്കുക. പല പ്രാവശ്യമായപ്പോൾ കാണികൾ അതിൻ്റെ രഹസ്യം ചോദിച്ചു. അവൻ പറഞ്ഞു, ഞാൻ ഒന്നിനെ പോഷിപ്പിക്കും, മറ്റതിനെ ഞാൻ ശോഷിപ്പിക്കും. ഏതിനെയാണോ ഭക്ഷണം നൽകി പോഷിപ്പിക്കുന്നത് അതായിരിക്കും സ്വാഭാവികമായി ജയിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ പോഷണത്തിൽ നാം നിൽക്കുന്നെങ്കിൽ മാത്രമേ സാത്താൻ്റെ മേൽ വിജയം വരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. സാത്താൻ്റെ ആലോചനയ്ക്ക് കീഴ്പ്പെടുത്തി കഴിയുമെങ്കിൽ വ്രതന്മാരെ പോലും തെറ്റിക്കത്തക്കവണ്ണം സദാ കിണഞ്ഞ് പരിശ്രമിക്കുന്ന സാത്താനെ തിരിച്ചറിയണം. അവനെ ചെറുത്ത് മുന്നേറണമെങ്കിൽ സമ്പൂർണ്ണ സമർപ്പണം നമുക്ക് ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ ആത്മാവാണ്. യോഹന്നാൻ 14-ാം അധ്യായത്തിൽ നമ്മളിത് വായിക്കുന്നു. സത്യമെന്തെന്നറിഞ്ഞിട്ടും മനഃപൂർവ്വമായി അവഗണിച്ച് വ്യാജം ആവർത്തിച്ചാൽ സത്യമായത് ഗ്രഹിക്കാനുള്ള കഴിവ് തന്നെ നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ കൈ തഴമ്പിച്ചു പോയാൽ വേദന അറിയാത്ത അവസ്ഥയാകുന്നത് പോലെ പാപം പെരുകുമ്പോൾ പിന്നീട് അതിൻ്റെ വലിയ ഫീലിംഗ് ഒന്നും ജീവിതത്തിൽ ഉണ്ടാവില്ല. മനുഷ്യപുത്രൻ്റെ നേരെ ഒരു വാക്ക് പറയുന്ന ഏവനോടും ക്ഷമിക്കും, എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ നേരെ ദൂഷണം പറയുന്നവനോട് ക്ഷമിക്കയില്ല എന്ന് ലൂക്കോസ് 12-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. പാപം ഏറ്റുപറയുന്നവനാണ് പാപക്ഷമ ലഭിക്കുന്നത്. സത്യത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനെതിരായി പാപം ചെയ്യുന്നത് കൊണ്ട് പാപത്തെക്കുറിച്ചുള്ള ബോധം തന്നെ നഷ്ടപ്പെട്ടു പോകും. ഏറ്റുപറയേണ്ട ആവശ്യകതയും തോന്നില്ല. തെറ്റിനെക്കുറിച്ചുള്ള ബോധമുണ്ടെങ്കിലേ അത് ഏറ്റുപറഞ്ഞ് ക്ഷമയ്ക്ക് യാചിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് പാപക്ഷമ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് പുതിയ ദിനത്തിൻ്റെ പ്രഭാതം ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു എന്നോർത്ത് പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്യാതിരിക്കാൻ, നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിപ്പാൻ, വീണ്ടും വിചാരം ലഭിപ്പാൻ ഉള്ള കൃപ ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ആദിമസഭയുടെ അനുഭവത്തിൽ മറ്റുള്ളവരെ കരുതാനും സ്നേഹിക്കാനും പങ്കുവയ്ക്കാനും നമുക്ക് ദൈവം തമ്പുരാൻ നൽകിയിരിക്കുന്ന ശിഷ്ടായുസ് ഉപയോഗിപ്പാനിടയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹം നിറഞ്ഞ മറ്റൊരു പ്രഭാതം കൂടെ ദാനമായി നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കരുണയിൽ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങുകയും ഉണരുകയും ചെയ്തു. സാധ്യതകളുടെ പുതിയ ലോകത്തിലേക്ക് ഈ പ്രഭാതത്തിലടി ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ഞങ്ങൾക്ക് ലഭിച്ച തിരുവചനത്തിൻ്റെ ചിന്തകൾക്കായി സ്തോത്രം. കർത്താവെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുന്നവരായി തീരാൻ ഞങ്ങളെ ഇടയാക്കരുത്. ദൈവം തമ്പുരാൻ നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കാവോളം മറ്റുള്ളവരുമായി പങ്കുവയ്പ്പാൻ, കരുതാനും സ്നേഹിപ്പാനും ഒക്കെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കരങ്ങളെ അവിടുന്ന് ഉപയോഗിക്കണമേ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ പ്രഭാതം മുതൽ ഞങ്ങൾ ഏർപ്പെടുന്ന സകല കാര്യങ്ങളിലും, ഞങ്ങളുടെ യാത്രാവേളകളിലും, ചെറുതും വലുതുമായ ആവശ്യങ്ങളിലുമൊക്കെ അവിടുന്ന് കൂടെ ഇരുന്ന് വഴി നടത്തണമേ. അവിടുന്ന് ആലോചകനായി സത്യത്തിൻ്റെ ആത്മാവായി ഞങ്ങളോട് കൂടെയുള്ളത് കൊണ്ട് സ്തോത്രം. ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരുണയുടെ നിഴലിൽ കാക്കണമേ. പുതുവർഷത്തിൻ്റെ അനുഭവങ്ങൾ അവിടുന്ന് അനുകൂലമാക്കണം. യേശു മിശിഹാ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കരുതലും കാവലും കൃപയും നാം എല്ലാവരോടും നമ്മുടെ ആവശ്യങ്ങളോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.